TV പ്രേക്ഷകർക്ക് മുഖവുരയുടെ ആവശ്യമില്ലാത്ത താരമാണ് യമുന റാണി. ഒരു കാലത്ത് സിനിമാ സീരിയലുകളിൽ നിറഞ്ഞു നിന്ന താരത്തിന്റെ സീരിയൽ സിനിമാ വേഷങ്ങളും ശ്രദ്ധേയമാണ്. മീശമാധവൻ, പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങിയ സിനിമകളിലും യമുന റാണി അഭിനയിച്ചിട്ടുണ്ട്. കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടു വരുന്നതിനിടെ യമുന അഭിനയ രംഗത്തു നിന്നും ഇടവേള എടുത്തിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും സീരിയലിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം. യമുനയുടെ വിശേഷങ്ങളും വൈറലാകാറുണ്ട്. ഏറെ നാൾ ആലോചിച്ച ശേഷമാണ് 5 വർഷം മുമ്പേ യമുന വീണ്ടും വിവാഹിതയായത്. അമേരിക്കയിൽ സൈക്കോ തെറാപ്പിസ്റ്റായ ദേവനാണ് യമുനയെ വിവാഹം ചെയ്തത്. 2 പെൺകുട്ടികളല്ലേ നിനക്ക്, എന്തിന് വേറെ കല്യാണം കഴിച്ചു എന്നാണ് വിവാഹ വാർത്ത അറിഞ്ഞെത്തിയ കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും യമുനയോട് ചോദിച്ചത്. പക്ഷേ മക്കൾ യമുനയെ കുറ്റപ്പെടുത്തിയില്ല. അത് തന്നെയായിരുന്നു യമുനയ്ക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ധൈര്യവും. തങ്ങൾ സെറ്റിൽഡായി കഴിയുമ്പോൾ അമ്മ ഒറ്റപ്പെട്ടു പോകരുതെന്ന നിർബന്ധം ആ മക്കൾക്കുണ്ടായിരുന്നു. മക്കളുടെ നിർബന്ധപ്രകാരം എടുത്ത തീരുമാനമാണ് 2ാം വിവാഹമെന്ന് നടി തന്നെ പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ദേവനുമൊത്തുള്ള ദാമ്പത്യം 5ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് യമുന. കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രത്തിൽ ഞങ്ങളുടെ വിവാഹം നടന്നു. ഇവരുടെ ബന്ധം നീളില്ല എന്ന് പലരും പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൈവിട്ടില്ല. ഹൃദയം പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് നടന്നു. ഇന്ന് അതിന്റെ തെളിവായി ഞങ്ങൾ 5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെക്കുറിച്ച് പല തെറ്റായ വാർത്തകളും പരന്നു. പിരിഞ്ഞുവെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. പക്ഷേ സത്യം അറിയുന്ന ഞങ്ങൾ മനസ്സിനെ സമാധാനത്തിലാക്കി ചിരിമങ്ങാതെ അതെല്ലാം കടന്നുപോയി. ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ 2 പേരും 2 പെൺമക്കളുമാണ്. അവരാണ് ഞങ്ങളുടെ ശക്തിയും ധൈര്യവും. പരസ്പരം ബഹുമാനിക്കുകയും ഇടം കൊടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ ഉറച്ചതായത്. വളരെ ചെറിയ പ്രായം മുതൽ യമുന അഭിനയിക്കുന്നുണ്ട്. ഒരു സമയത്ത് കുടുംബം കഴിഞ്ഞിരുന്നത് യമുന അഭിനയിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടായിരുന്നു. വിവാഹശേഷമെങ്കിലും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം നടി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മക്കളുടെ ജനനശേഷം ആദ്യ ഭർത്താവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. പിന്നീട് കുറേ വർഷക്കാലം യമുനയും മക്കളും ഒറ്റയ്ക്കായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എന്റെ കുടുംബത്തിന്റെ നട്ടല് തന്നെയായിരുന്നു അന്ന്. എന്നെ നോക്കിയാൽ മക്കൾ തലയിലാവുമോ, ഒന്നുമില്ലാത്ത കാലത്ത് എന്നെ ഏറ്റെടുത്താൽ അവർക്ക് കൊടുത്തതെല്ലാം ഞാൻ തിരിച്ചു ചോദിക്കുമോ എന്നൊക്കെയായിരുന്നു ഓരോരുത്തരുടെയും ടെൻഷൻ. അപ്പോഴാണ് മക്കൾ ഇനിയൊരു വിവാഹം കൂടി ചെയ്യണമെന്ന് നിർബന്ധിച്ചത്. 2ാം വിവാഹം എന്റെ തീരുമാനമാണ്, ആദ്യത്തേത് എന്റെ ആയിരുന്നില്ല എന്നാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സംസാരിക്കവേ ഒരിക്കൽ യമുന പറഞ്ഞത്. യമുനയുടെ മൂത്ത മകൾ ഇന്ന് മെഡിസിന് പഠിക്കുകയാണ്.